ഐക്കണിനെ കുറിച്ച് പഠിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയത് റഷ്യയിലെ 77-79 വർഷങ്ങൾ പഠിക്കുമ്പോൾ അന്ന് ബൈസന്റിയൻ ഐക്കണോഗ്രാഫിയുടെ തലതൊട്ടപ്പനായിരിക്കുന്ന ഒരാളാണ് ND ഉസ്പെൻസ്കി എന്ന് പറയുന്നതാണ്. ഞങ്ങളെ ഐക്കൺ തിയോളജി പഠിപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ ക്ലാസുകളിലൊക്കെ അവിടെ എഴുതുന്നതായ സമയത്ത് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അതിനുശേഷം ഐക്കൺസ് ആദ്യമായിട്ട് പഠിക്കുന്നത് എന്താണ് എന്നുള്ളത് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഞങ്ങൾ പഠിച്ചതായ അക്കാദമിയിലും മറ്റുള്ള സ്ഥലത്തുമൊക്കെയാണ്. കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഉത്ഭവം പല സ്ഥലങ്ങളിലാണ്, പല ആശ്രമങ്ങളിലും മറ്റുമാണ് എന്ന് അറിഞ്ഞപ്പോൾ അതെവിടെയാണെന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അന്നൊന്നും സാധിച്ചില്ല. പിന്നെ റോമിൽ പഠിക്കുന്ന കാലത്ത് എന്റെ കൂടെ റഷ്യയിൽ പഠിച്ചിരുന്ന ഒരു ഗ്രീക്ക് അധ്യാപകനുണ്ടായിരുന്നു, വൈദികനുണ്ട്. അദ്ദേഹം എന്നെ ഗ്രീസ് കാണാനായിട്ട് ക്ഷണിച്ചു. അങ്ങനെ ഞാൻ ഗ്രീസിൽ പോയി. അന്ന് ഇത് മൗണ്ട് ആമോസിലാണ് ഇതിന്റെ ഒരു പ്രഭവ കേന്ദ്രം, ഈ ബൈസന്റിയൻ ഐക്കൺസിന്റെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് പോയി കാണാനായിട്ട് തന്നെ ആഗ്രഹിച്ചു. ഏതാണ്ട് 10 ദിവസത്തെ ഒരു യാത്രയെ മാത്രമേ മൗണ്ട് ആമോസിൽ കൂടെ നടത്താൻ കഴിഞ്ഞുള്ളൂ. അന്ന് 35-40 വലിയ ആശ്രമങ്ങളും 300-ലധികം സ്കീത്തികൾ എന്ന് പറഞ്ഞാൽ ചെറിയ സെല്ലുകളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ഈ നടത്തിക്കൊണ്ടിരുന്ന ഐക്കൺ വരച്ചുകൊണ്ടിരുന്നത് സ്കീത്തികളിലാണ്. ചെറിയ ചെറിയ ഗുഹകളാണ്. അവിടെ പോയി ഈ ഡീക്കൻസ് ഇത് വരയ്ക്കുന്നത് കാണാനായിട്ട് വലിയ ആഗ്രഹമാണ്. അങ്ങനെ അവിടെ പോയി അത് കണ്ടു. എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചു. പക്ഷെ നമ്മളവിടെ ചെന്നാൽ അവര് അക്ഷരം പോലും നമ്മളോട് പറയരുത്. അവരവിടെ ഇരുന്ന് വരയ്ക്കുന്നത് മാത്രം കാണാം. ആരോടും ഒന്നും പറയാറില്ല. അല്ലാത്ത മങ്സ് ഞങ്ങളുടെ കൂടെ വരുന്ന മങ്സെ കാണിക്കാൻ കൊണ്ടുവന്ന മങ്സിനോടും ഒരക്ഷരവും പറഞ്ഞില്ല. അവരങ്ങോട്ടും ചോദിക്കുന്നില്ല. കാരണം അവരൊരു പ്രാർത്ഥനയിലാണ്. ഏതാണ്ട് 40 ദിവസത്തെ ഉപവാസത്തിലാണ് അവരൊരു ഐക്കൺ വരയ്ക്കുന്നത്. അതിനിടയ്ക്ക് ആരോടും സംസാരിക്കാറില്ല. ദിവസത്തിൽ ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചാലായാലും ഒരു മുഴങ്കയുടെ വലുപ്പത്തിലുള്ള ഒരു ബ്രെഡ് ഉണ്ടാവും, ഒരു ജാറ് വെള്ളവും കാണും. അത് ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ കൊണ്ടാണ് അത് അവർ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഈ 40 ദിവസം അവര് ഈ ഒരു